അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു ഉദാഹരണം കൂടി നോക്കാം. നോക്കൂ, എന്താണ് അടുത്ത ഉദാഹരണം നോക്കാം. നോക്ക്, CH3 CBr2 CH2 CH3. ഇതാണ് നമ്മുടെ അടുത്ത കണക്ക് അല്ലെ. നോക്ക്, ഇവിടെ ഒരു വ്യത്യാസമുണ്ട് അല്ലെ. എന്താണ്, ഇവിടെ ആര് മാറിയിട്ടില്ല, ഹൈഡ്രോ കാർബൺ മൊത്തത്തിൽ മാറിയിട്ടില്ല. പകരം ആര് വന്നിട്ടുണ്ട്, ഒരു ഹൈഡ്രജൻ പോയിട്ട് ഒരു ബ്രോമിൻ വന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, നമ്പർ സ്ഥാനം കണ്ടുപിടിക്കണം അല്ലെ. ആദ്യം എന്ത് കണ്ടുപിടിക്കണം, പൊസിഷൻ കണ്ടുപിടിക്കണം. ആദ്യം എന്ത് കണ്ടുപിടിക്കണം, പൊസിഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, നമ്പർ ഇടാൻ തുടങ്ങാം. എപ്പോഴും ഓർക്കാം, ഈ പറയുന്ന ഗ്രൂപ്പുകൾ, ഫങ്ഷണൽ ഗ്രൂപ്പ് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, നമ്പർ ഇടാൻ തുടങ്ങാൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വരും, 1 2 3 4. ഓക്കെ, ഇനി ഒരു ട്വിസ്റ്റ് എന്താണെന്ന് അറിയോ, ഇവിടെ എത്ര കാർബൺ ഉണ്ട്, 2 കാർബൺ ഉണ്ട് അല്ലെ. അപ്പൊ ഈ പൊസിഷനിൽ തന്നെ 2 കാർബൺ വരുന്ന കൊണ്ട് നമ്മൾ എന്ത് എഴുതും, 4 എഴുതില്ല, എന്ത് എഴുതും, 2 2 എഴുതും. ഓക്കെ, എന്ത് എഴുതും, 2 2. കാരണം എന്തുണ്ട്, ഈ പൊസിഷനിൽ ഉള്ള ഒരു ബ്രോമിൻ രണ്ടാമത്തെ പൊസിഷൻ, ഈ പൊസിഷനിൽ തന്നെ എന്തുണ്ട്, വേറൊരു ബ്രോമിൻ കൂടി ഉണ്ട്. അതിനാണ് നമ്മൾ ഈ രണ്ടാമത്തെ 2 എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പൊസിഷൻ കിട്ടി 2 2. ഓക്കെ, ഇനി നോക്ക്, എത്ര കാർബൺ ഉണ്ട്, 1 2 3 4 അല്ലെ. എത്ര കാർബൺ ഉണ്ട്, 4 കാർബൺ ഉണ്ട് അല്ലെ. 4 കാർബൺ ഉണ്ടെങ്കിൽ അതിന്റെ സഫിക്സ് എന്താവും, ബ്യൂട്ട് ആവും. അതിന്റെ സഫിക്സ് എന്താവും, ബ്യൂട്ട് ആവും അല്ലെ. അപ്പൊ അത് എന്താവും, ബ്യൂട്ടെയിൻ ആവും അല്ലെ, ബ്യൂട്ടെയിൻ ആവും. ഇപ്പൊ ഇവിടത്തെ ആൽക്കൈനിന്റെ പേരെന്താണ്, ആൽക്കൈനിന്റെ പേരാണ് ബ്യൂട്ടെയിൻ. ഇവിടത്തെ ആൽക്കൈനിന്റെ പേരെന്താണ്, ബ്യൂട്ടെയിൻ. ഇനി നോക്ക്, ഇവിടത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്, ബ്രോമിൻ ആണ് അല്ലെ. അപ്പൊ ഹാലോ ഗ്രൂപ്പിന് പേരിടുമ്പോ എന്ത് ചെയ്യും, ഈ പറയുന്ന നിക് നെയിം അല്ലെ, നമ്മൾ കൂട്ടുകാരൊക്കെ വിളിക്കുന്ന പോലെ പകുതി പേരെ വിളിക്കുള്ളൂ. അപ്പൊ എന്ത് വിളിക്കും നമ്മള്, ഹാലോന് പേരിടുമ്പോ നമ്മൾ എന്ത് വിളിക്കും, ബ്രോമോ എന്ന് വിളിക്കും. എന്ത് വിളിക്കും, ബ്രോമോ എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് നമ്മുടെ നിയമം നോക്കുക. എന്താണ് നമ്മുടെ നിയമം, ആദ്യം പൊസിഷൻ എഴുതണം, പിന്നെ പൊസിഷൻ അഥവാ സ്ഥാനം, എന്താണ് സ്ഥാനം അല്ലെ, സ്ഥാനം എഴുതണം. പിന്നെയോ സ്ഥാനം എഴുതണം, പിന്നെ എന്ത് എഴുതണം, ഹാലോ ഗ്രൂപ്പിന്റെ പേര് എഴുതണം. എന്ത് എഴുതണം, ഹാലോ ഗ്രൂപ്പിന്റെ പേര് അല്ലെ, ഹാലോന്റെ പേര് അങ്ങ് എഴുതി കൊടുക്കണം. പിന്നെയോ ആൽക്കൈൻ ഏതാണോ, അവിടെയുള്ള ആൽക്കൈൻ ആരാണോ അല്ലെ, അതിന്റെയും കൂടി പേര് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി, നമുക്ക് ആ പറയുന്ന ഹാലോ ഗ്രൂപ്പിന്റെ പേര് കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ആൽക്കൈനിന്റെ പേരെന്താണ്, ബ്യൂട്ടെയിൻ ആണ്. എന്താണ്, ബ്യൂട്ടെയിൻ ആണ്. ഓക്കെ അല്ലെ, ബ്യൂട്ടെയിൻ ആണ്. ഓക്കെ, അപ്പൊ ആൽക്കൈനിന്റെ പേരും കൂടെ എഴുതാം. അപ്പൊ നോക്ക്, പൊസിഷൻ ആദ്യം എഴുതണം അല്ലെ. എന്താണ് ഇവിടുത്തെ പൊസിഷൻ, നോക്ക് 2 2. എത്രയാണ്, 2 2. ഇവിടുത്തെ ഹാലോ ഗ്രൂപ്പിന്റെ പേരെന്താണ്, ബ്രോമോ അല്ലെ. ഇവിടുത്തെ ഹാലോ ഗ്രൂപ്പിന്റെ പേരെന്താണ്, ബ്രോമോ. ഒരു ഹൈഫൺ ഇട്ടിട്ട് എന്ത് എഴുതണം, ബ്രോമോ എന്ന് എഴുതണം. എന്ത് എഴുതണം, ബ്രോമോ എന്ന് എഴുതണം. പിന്നെയോ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഇവിടെ ഹൈഫൺ വേണ്ട കേട്ടോ, ബ്രോമോ കഴിഞ്ഞിട്ട് എന്ത് എഴുതണം, ബ്യൂട്ടെയിൻ എന്ന് എഴുതണം. ആൽക്കൈൻ എന്ത് എഴുതണം, ആൽക്കൈന്റെ കൂടെ ബ്യൂട്ടെയിൻ എന്നും കൂടി അങ്ങോട്ട് എഴുതി കൊടുക്കുക. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മളുടെ ഹാലോ ഗ്രൂപ്പിന്റെ എന്ത് കിട്ടി, പേര് കിട്ടി. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇവിടെ എന്തുണ്ട്, 2 ബ്രോമിൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എന്തെന്നും കൂടി എഴുതണം, ഡൈ ബ്രോമിൻ എന്നും കൂടി എഴുതണം. ഓക്കെ, 2 ബ്രോമിൻ ഉണ്ടെങ്കിൽ എന്തെന്നും കൂടി എഴുതണം, ഡൈ ബ്രോമോ എന്നും കൂടി എഴുതണം. ഓക്കെ, അങ്ങനെ ആ ഒരു ഡൈ ആയത് 2 ആയതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി, ഡൈ എന്ന് എഴുതി. ഇനിയിപ്പോ 3 ആണെങ്കിൽ നമ്മൾ അവിടെ ട്രൈ എന്ന് എഴുതും. ഓക്കെ, അങ്ങനെ ഡൈ ബ്രോമോ ബ്യൂട്ടെയിൻ എന്ന് എഴുതണം. ഓക്കെ, പൊസിഷൻ, ആ പൊസിഷന്റെ പേര് പ്ലസ് ഹാലോജന്റെ പേര്, പിന്നെ എന്താണ് ആൽക്കൈനിന്റെ പേര്. അപ്പൊ എന്തായി, നമ്മുടെ ഹാലോ ഗ്രൂപ്പിന്റെ പേര് നമുക്ക് കിട്ടി. എന്താണ്, 2,2 ഡൈ ബ്രോമോ ബ്യൂട്ടെയിൻ. എന്തുകൊണ്ടാണ് 2,2, ഈ ഇവിടെ ബ്രോമൈൻ 2 ഉള്ളത് കൊണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ ഡൈ ബ്രോമോ വന്നത്,
ഈ പറയുന്ന സ്ഥലത്ത് 2 ബ്രോമിൻ ഉള്ളത് കൊണ്ട് എന്ത് അവിടെ ഡൈ ബ്രോമോ എന്ന് വന്നു. പിന്നെ ഇവിടെയുള്ള ആൽക്കൈൻ അല്ലെ 4 കാർബൺ ഉള്ളത് കൊണ്ട് എന്ത് ആൽക്കൈൻ ആണത്? ബ്യൂട്ടൈൻ ആണ്. അതും കൂടെ എഴുതി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹാലോ ഗ്രൂപ്പിന്റെ പേരങ്ങ് കിട്ടി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.